ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേഷ് മുല്ലയ്ക്കൽ. ഞാൻ മിത്ര ആസ്ട്ര അക്കാദമിയുടെ ബാച്ച് 1 സ്റ്റുഡൻ്റ് ആണ്. ഇത് തേജസ് ആണ്. എൻ്റെ പേര് തേജസ് KS. ഞാൻ മിത്ര അക്കാദമിയുടെ ബാച്ച് 2 സ്റ്റുഡൻ്റ് ആണ്. ചേട്ടാ, കാന്താര സിനിമക്കകത്ത് കണ്ടായിരുന്നോ? കാന്താര സിനിമ ഉണ്ടോ? കാന്താര സിനിമ കണ്ടിരുന്നു. അതിനകത്ത് എനിക്ക് ഡൗട്ട് ഉണ്ട്. കത്തല ഗുളിക, ചാമുണ്ടി ഗുളിക, രുദ്ര ഗുളിക, സന്യാസി ഗുളിക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഗുളിക നമ്മൾ ആസ്ട്രോളജിക്കകത്തും പഠിച്ചല്ലോ. ഗുളിക അത് ആ മാന്തി അതായിട്ട് കണക്ഷൻ ഉണ്ടല്ലേ? മാന്തി ഗുളികനാണ് നമ്മൾ മാന്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെ ഗുളികനെ തന്നെയാണ് മാന്തി എന്ന് പറയുന്നത്. അപ്പൊ ഗുളികൻ ഓരോ ഭാവത്തിൽ നിന്നാലും നമുക്ക് ഓരോ ഫലങ്ങളാണെന്ന് ഇങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? പിന്നെ വിതരണം ചെയ്യുന്ന അല്ലേ ഡീകോഡ് ചെയ്തിരുന്നത് കാന്താര സിനിമയുടെ. അപ്പോൾ എല്ലാവരും ഈ ആസ്ട്രോളജിയുടെ പറയുകയാണ്. അപ്പൊ ആസ്ട്രോളജി തന്നെയാണ്. ആസ്ട്രോളജി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ എടുത്തിട്ടുള്ള കറക്റ്റായിട്ട് ആസ്ട്രോളജി ബേസ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ കടമ്പ് ദൈവത്തിന്റെ ഉദ്യാനം, അതുപോലെ കടമ്പർ, അതുപോലെ കാന്താര വനവാസി, ഇതെല്ലാം അതെല്ലാം ആസ്ട്രോളജി തന്നെയാണ്. അത് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുക. നമുക്കതിന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് നമ്മളിപ്പോൾ MTR വെച്ച് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൂടെ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ MTRലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക, അതുപോലെ പഠിക്കുക. ഇപ്പോൾ മനസ്സിലാകാത്തതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓരോ ഭാവത്തിലും ഇപ്പൊ ആൺകുട്ടികളാണ് ശുക്രൻ ഇരുന്നാൽ എങ്ങനെയാണ്, പെൺകുട്ടികളാണ് കുജൻ ഇരുന്നാൽ എങ്ങനെയാണ്, അതൊരു ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഓക്കെ, അതിനെപ്പറ്റി പറയാം. കാരണം ഇതൊരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയം തന്നെ കേട്ടോ. എന്താ പറഞ്ഞാല് നമ്മൾ ഓരോ ജാതകങ്ങളും നോക്കുമ്പോഴായാലും ശരി, നമ്മൾ ഓരോ കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് ജാതകം നോക്കാൻ വരുമ്പോൾ ഇന്ന് കാലത്ത് തേപ്പ് കുറച്ച് കൂടുതലല്ലേ. ഈ തേപ്പ് അന്ന് എങ്ങനെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ അതിന് വല്ല കണക്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം അല്ലേ. എന്താ പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം, ഇത് തേപ്പ് മാത്രമല്ല, എന്താ പറഞ്ഞാൽ അത് ഓരോ ഭാഗങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വിവാഹം വന്നിട്ട് മുടങ്ങി പോവുക, ചിലപ്പോൾ അടുത്തെത്തിയിട്ട് കട്ടായി പോവുക, അങ്ങനെയുള്ള കേസുകളും വരാറുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഒരെണ്ണം കട്ടായിട്ട് വേറെയിലേക്ക് പോകാൻ പറ്റും. എന്താ പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് 12 കളങ്ങളാണ് വരയ്ക്കുന്നത്. അപ്പൊ ഈ സമയത്തില്ലേ വന്നു നിന്നേ ചെന്നി നിന്നേ കാത്തിരുന്നേ എന്നും നിന്നെ എന്നിട്ടെന്തേ പൊന്നു പെണ്ണേ എന്നെ ഇറ്റച്ച് പോയി നീ. അങ്ങനെയും പറയാട്ടെ. എന്നെ എന്തിനെ തേച്ചിട്ട് പോയെന്നൊക്കെ നമുക്ക് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം, ആർക്ക് വേണമെങ്കിൽ കേൾക്കുന്ന പോലെയൊക്കെ. അപ്പൊ നമ്മൾ പറയണം ആദ്യമായിട്ട് ഇപ്പൊ ഇവിടെ ആൺകുട്ടികളുടെ തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിൽ മേടത്തിലാണ് ശുക്രനിരിക്കുന്നത് കേട്ടോ. മേടത്തിൽ ശുക്രനിരിക്കുന്നു, അതിന്റെ കൂടെ മാന്തിയും കൂടി ഇരിക്കുന്നു കേട്ടോ. ബാക്കി ലഗ്നം ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. അതെല്ലാം നമുക്ക് വേറെ നോക്കാം. എന്താ പറഞ്ഞാൽ ഈ ലഗ്നം മേടത്തിലിരിക്കുന്നവർക്കില്ലേ, നമ്മൾ എന്താ പറയാ, പെൺകുട്ടി കൊണ്ട് ഉപകാരമില്ല എന്നല്ല, ഏതൊരു നക്ഷത്രത്തിന് നോക്കണമെങ്കിലും ആ പെൺകുട്ടിയെ നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ തന്നെ ഇവിടെ മേടത്തിൽ ഇതുപോലെ ഏത് ജാതകത്തിലായാലും ശരി ഓരോ ഭാവങ്ങളുണ്ട്. ഈ ശുക്രനും മാന്തിയും കണ്ടില്ല, ഈ ശുക്രൻ മാന്തി മേടത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് ആ കുട്ടീനെ ഉയർത്തി കൊണ്ടുവരണം. ആ കുട്ടീനെ ഉയർത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫലം കിട്ടും. പക്ഷെ ഈ ശുക്രനെ മാന്തിയിരിക്കുന്ന ആൺകുട്ടിയുടെ ജാതകത്തിൽ തേപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്താണ്, പ്രണയിക്കുമ്പോൾ എല്ലാം സൂക്ഷിക്കുക. എന്താ പറഞ്ഞാൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രം നമ്മൾ പ്രണയിക്കാൻ നോക്കുക. അപ്പൊ എന്താ കാരണം പറഞ്ഞാൽ ജാതകത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇവിടെ 2ാം ഭാവത്തിൽ ഇടവത്തിലാണ് ഇതേപോലെ വരുന്നത് വന്നല്ലോ. ഈ ഇടവത്തിൽ വരുന്ന സമയത്തും അവർക്കിൻ്റെ ആ ക്യാരക്ടർ എന്താണോ അതിന് വേണ്ടിയിട്ട് അവരെന്താ പറയുക, ചിലപ്പോൾ ഇടവത്തിൽ വരുന്ന ആ കുട്ടിക്ക് ചിലപ്പോൾ കലാകായികമായിട്ടുള്ള പോലെ കഴിവൊക്കെ ഉണ്ടാവും. ഒരു പെൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ജാതകമാകുമ്പോൾ പെൺകുട്ടീനെ നോക്കണം കേട്ടോ. ഇതെല്ലാം ആൺകുട്ടിയുടെ ജാതകത്തിൽ ശുക്രൻ 2ാം ഇവിടെയാണ് ഇരിക്കുന്ന വയ്ക്കുക, ഇടവത്തിലാണ്. ആ സമയത്ത് വരുന്ന സമയത്തും ഇതേപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ എന്താണ് ആഗ്രഹം, ആ കുട്ടിയുടെ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തേപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. 3ാം ഭാവത്തിൽ ഒരു പയ്യൻ്റെ അതേപോലെ കുട്ടികളുടെ ഇവിടെയാണ് ശുക്രനും മാന്തിയും വരുന്നത് പറഞ്ഞല്ലേ. ഇവിടെയാണ് ശുക്രനും മാന്തിയും വരുന്നത് പറഞ്ഞാൽ ആ കുറച്ച് റേഞ്ചിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് കമ്മ്യൂണിക്കേഷനിലായാലും ശരി ബാക്കി എല്ലാ കേസുകളിലും നമ്മളിവർ തമ്മിൽ സംസാരിച്ചിട്ട് ചിലപ്പോൾ പിരിയും. ഒന്ന് കഴിഞ്ഞ് 2ാമത്തെ വാക്കിന് പറഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അങ്ങനെ പിരിഞ്ഞു പോകാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ 3ാമത്തെ കർക്കിടകം ഇവിടെ ശുക്രനാട്ടാ. ഇവിടെ ശുക്രനും മാന്തി കർക്കിടകം ദുർക്കിടത്തിലാണ്. ഇവിടെ വരുമ്പോഴും ശരി ഏത് നക്ഷത്രത്തിലാണെന്ന് നോക്കണം അവിടെ വന്നിട്ട്. എന്നിട്ട് ഇവരോട് സംസാരിക്കേണ്ട രീതി, ഇവർ അവിടെ ചന്ദ്രൻ ഡീഫോൾട്ട് ഉള്ള കാരണം മനസ്സുമായിട്ട് ശരി അങ്ങനെ റിലേഷൻഷിപ്പിലെല്ലാം എടുക്കുന്ന സമയത്ത് ഒന്ന് കറക്റ്റായി കൊണ്ടുപോകേണ്ട അവരവരുടെ കടമയാണ് കേട്ടോ. അങ്ങനെ തേപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്താ പറയുക, ഇവിടെ പെൺകുട്ടിക്ക് മാത്രമല്ല ജാതകത്തിലുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ മൈൻഡ് കൂടി ക്ലിയർ ആക്കേണ്ടി വരും. അതേസമയം ചിങ്ങത്തിലാണ് വെക്കുന്നത്. ഈ ചിങ്ങത്തിലാണ് ശുക്രനെ മാന്തിരിക്കുന്നത്. അതിൻ്റെ ഡീഫോൾട്ടായിട്ട് സൂര്യനും കൂടി ഉണ്ട്. അപ്പോൾ പെൺകുട്ടി കുറച്ച് ഗൗരവകാരിയാണോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും വരുന്ന സമയത്ത്. അങ്ങനെ പ്രശ്നങ്ങൾ കൂടെയാണ് അത് പിരിഞ്ഞു പോകുന്നത്. എന്താ പറഞ്ഞാൽ ജാതകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശുക്രനും മാന്തി നിൽക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അടുത്തതുകൊണ്ട് കന്നിയിലാണെന്ന് വയ്ക്കുക. ഈ കന്നിയിൽ വെക്കുന്ന സമയത്ത് ശരി, ഈ കന്നിയിലാണ് പറഞ്ഞാൽ ശരി ഇവിടെ മെഡിസിനൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് അതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ. മെഡിസിൻ്റെ ജോലികളോ അങ്ങനെ കേസുകളൊക്കെ നോക്കാം. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ബുധൻ ഡീഫോൾട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം
അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ചിലപ്പോൾ മനസ്സിലാകില്ല, ചിലപ്പോൾ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ പറ്റും. പക്ഷെ അപ്പോൾ തുലാമിലാണ് ശുക്രനെ മാന്തിയും ഒരു ജാതകത്തിരിക്കുന്നത് കേട്ടോ. ഒരു ആൺകുട്ടിയുടെ ജാതകത്തിൽ ശുക്രനെ മാന്തി ഇവിടെ കറക്റ്റായിട്ട് അവരെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം ആദ്യം. ആ പയ്യന്മാർ പ്രണയിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അവരെ എങ്ങനെയാണ് പെൺകുട്ടികളെ ബാലൻസ് ചെയ്യേണ്ടതെന്ന് ആദ്യം പഠിക്കണം. ആ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് പിന്നെ എന്താണ് 8ാം ഭാവത്തിലാണ് കാലചക്രത്തിൻ്റെ 8ാം ഭാവം ഉണ്ടത്. കാലചക്രത്തിൻ്റെ 8ാം ഭാവത്തിൽ ശുക്രനെ മാന്തി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്താ പറയുന്നത് പറഞ്ഞാൽ 8ന്റെ പണിയാണെന്നല്ലേ നമ്മൾ പറയാം. പക്ഷെ അവിടെ വരുന്ന പാവപ്പെട്ട കുടുംബത്തിലേക്കാണ് നമ്മൾ ആ കുട്ടിയുടെ ക്യാരക്ടറും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അറിയണം. അങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടിനെ ഉയർത്തിയെടുക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ പ്രശ്നം ഇവിടെ വരില്ല കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ധനുവിലാണ് ഇവിടെയാണ് ശുക്രൻ മാന്തി പറയില്ല. ഇവിടെ ശുക്രൻ മാന്തി പറഞ്ഞാൽ ഇവർക്ക് കൂടുതലും പ്രണയിക്കാൻ ഒരുപാട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവും, ആഗ്രഹങ്ങളെല്ലാം ഒരുത്തുണ്ടാവും. പക്ഷെ ഇവർ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആദ്യം ചങ്കും മാങ്ങയൊക്കെ കൊടുക്കാൻ പറയും. പിന്നെയാണ് ഇതൊരു യുദ്ധമാണെന്ന് മനസ്സിലാക്കുക. അവരുടെ ലൈഫിൽ നോക്കുമ്പോൾ ഇതെന്താ എൻ്റെ പ്രശ്നം മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറും. അത് മാറാതിരിക്കാൻ നമ്മൾ ഇതിനു വേണ്ട ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ 10ാമത്തെ ഇവിടെയാണ് ഒരു എന്താണ് ശുക്രനെ മാന്തി കറക്റ്റായിട്ട് ഇരിക്കുന്നത് പറഞ്ഞാൽ മകരത്തിലാണ്. ഈ മകരത്തിലിരിക്കുന്ന സമയത്തൊക്കെ എന്താണ് ആ കുട്ടി ചിലപ്പോൾ കുറച്ച് മടിച്ച കാര്യങ്ങളൊക്കെ ആകണ്ടാണ്. നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ എത്താണ്ടിരിക്കുക, അങ്ങനെ ചിലപ്പോൾ നല്ലപോലെ ഇതായിരിക്കും. പക്ഷെ കുറച്ച് എന്തായാലും ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അത് കാമുകിയൊക്കെയാണ് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ വെക്കുന്നുണ്ടാവും. പക്ഷെ അവരൊന്ന് ശ്രദ്ധിച്ച് മുന്നേറിയാൽ മതി. പിന്നെ കുംഭത്തിലാണ് ശുക്രനെ മാന്തി വയ്ക്കുക. ഇവിടെ കുംഭത്തിലാണ് ശുക്രനെ മാന്തി വെച്ചാൽ അവിടെ എല്ലാം ഒഴുകി വരലാണല്ലോ. പക്ഷെ അതിൽ ഏത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. നല്ലത് വേണോ പൊട്ട വേണോ എന്നല്ല നമ്മളായിട്ടാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കുംഭത്തിൽ വരുന്ന സമയത്ത് അങ്ങനെ തേപ്പ് കിട്ടാനും ഒരുപാട് ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ 12 മീനത്തിലാണ് ശുക്രൻ വരുന്നത് പറഞ്ഞാൽ അത് മീനുകളെ പോലെ തന്നെ ഒന്ന് വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒന്ന് കിട്ടിയാൽ ഇത് മതിയോ, അത് അടുത്ത വേണോ, അത് വേണോ, അടുത്ത വേണോ നമ്മുടെ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കും പയ്യന്മാരുടെ. ഇതാണ് ആൺകുട്ടിയുടെ ജാതകത്തിൽ വരണം കേട്ടോ. അപ്പോൾ ഇതേ ഇതിൽ തന്നെ വന്നിട്ട് ഇവിടെ എല്ലാം വന്നിട്ട് ഇവിടെ വന്നിട്ട് മാറ്റുന്നു. പെൺകുട്ടികളുടെ ജാതകത്തിൽ എങ്ങനെ നോക്കാം? പെൺകുട്ടികളുടെ ജാതകത്തിൽ ഇതേപോലെ തന്നെ ഇവിടെ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയും മാന്തിയും കൂടി വന്നു കഴിഞ്ഞാൽ അവർക്കും തേപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒന്നില്ലെങ്കിൽ വിവാഹം അടുത്തെത്തിയിട്ട് മുടങ്ങി പോവുക, അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കട്ടായി കൊണ്ടിരിക്കാൻ. അപ്പോൾ അവർ നമ്മൾ അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള ആ പെൺകുട്ടികളാണെങ്കിൽ അവർ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് വരുന്നത്, അപ്പം അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കെയർ ചെയ്യണമെന്ന് ആദ്യം തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ 2ാമത്തെ ഇടവത്തിലാണ് ചൊവ്വയും മാന്തി വന്നിട്ടുള്ളതല്ലേ, അവിടെ വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെയാണ് വരേണ്ടത്, എൻ്റെ കാമുകൻ ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ നല്ല സുന്ദരനൊക്കെ ആയിരിക്കും, ശുക്രൻ്റെ കളിക്ക് കയറാൻ ചിലപ്പോൾ സുന്ദരനാകണം എന്നുള്ള വാശിക്ക് ഉണ്ടാകും. പക്ഷെ അത് നോക്കി നിങ്ങൾ പോകാതെ നല്ല മനസ്സ് നോക്കി തേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും നോക്കേണ്ടതാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞവർക്ക് ജാതകം നോക്കിയിട്ട് അടി ഉണ്ടാക്കല്ലേ എന്നെ കൊണ്ട് പറയല്ലേ, ഞാൻ ഒരു കറക്റ്റ് കാര്യം വരുന്നത് മാത്രമേ ഉള്ളൂ, ജാതകത്തിൽ കണ്ടത് പറഞ്ഞു അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെയാണ് 3ാം ഭാവത്തിലാണ് ചൊവ്വ ശനി ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് റേഞ്ചില്ല. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണം എൻ്റെ വരാൻ പോണ പയ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, റേഞ്ചില്ലാത്ത രീതിയിലൊക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, ഒന്ന് കട്ടായി പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് മാത്രം ഇതാക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ കർക്കിടകത്തിലാണ് കേട്ടോ. കർക്കിടകത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പയ്യൻ ഇങ്ങനെയാണ്, കുറച്ച് ദുർഘടമായിരിക്കും എൻ്റെ ഹസ്ബൻഡ് വരുന്നത്. അതിനെ കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആദ്യം തന്നെ വിളിക്കുക. ഇതൊക്കെ തേപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലട്ടാ. പെൺകുട്ടികളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അധികം പ്രണയിക്കാനൊന്നും പോകാതെ അച്ഛനും അമ്മേൻ്റെ നല്ലപോലെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ജോലിയൊക്കെ ആയിട്ട് നല്ലൊരു പയ്യനെ കണ്ടെത്താനാണ് ഏറ്റവും നല്ലത്. അത് വളരെ സൂക്ഷിച്ചിട്ട്, പിന്നെ ജാതകപ്പുറത്തും വേണം ഞങ്ങൾ നോക്കിത്തരാം കേട്ടോ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അത് പ്രേമിക്കുമ്പോൾ പുറത്ത് നോക്കാൻ പറ്റില്ലേ, മനപ്പുറത്തും കൂടി കിട്ടണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഇവിടെയാണ് സൂര്യൻ്റെ കളത്തിലാണ് ചൊവ്വയും മാന്തിയും വന്നിരിക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ ആളൊരു പ്രതിഭാഷക്കാരനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ അറിയണം. അപ്പോൾ അതുപോലെ നമ്മൾ തിരിച്ച് പെരുമാറിയാൽ മതി. എന്താണ്, ഒരാൾ 2 കൈ അടിക്കുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കൈ അടിക്കുന്നവരെ ഒന്ന് നിൽക്കുക, ഒരു കൈ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത കൈ നമുക്ക് തുടങ്ങാം. പിന്നെ അതിനുശേഷം ഇവിടെ അതുപോലെ തന്നെയാണ് വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ഭാര്യ ഭർത്താവിനെ വിമർശിക്കുക, ഭർത്താവ് ഭാര്യനെ വിമർശിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെയാണെങ്കിൽ തുലാമിലാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഹസ്ബൻഡിനെ ഒന്ന് ബാലൻസ് ചെയ്താൽ മാത്രം മതി, അത്രേ വേണ്ടു. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ലൈഫിൽ കറക്റ്റായിരിക്കും. അതേപോലെ തന്നെ 8ന്റെ പണിയിലാണ് ചൊവ്വ ഇരിക്കുന്നത് പറഞ്ഞാൽ, ചൊവ്വ മാന്തി 8ന്റെ പണിയിലാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ ഹസ്ബൻഡ് അടുത്ത് പറയുക, ഇങ്ങനെ 8ന്റെ പണി കിട്ടിയ ആൾക്കാരെല്ലാം കുറച്ചെല്ലാം സഹായിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് കുറച്ച് സേവനങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടും. അതുപോലത്തെ ഇതിൽ നിൽക്കുന്ന പെൺകുട്ടികൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. അതുപോലത്തെ ഒരു ദുർഘടമായിട്ടുള്ള ആൾക്കാർ കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവിടെയാണ് പറഞ്ഞാൽ ധനുവിലാണെങ്കിൽ ഇതേപോലെ തന്നെ
ചൊവ്വ മാന്തി ഇരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ എന്താണ് യുദ്ധം ചെയ്യുന്ന മൈൻഡോട് കൂടി ആയിരിക്കും ഉണ്ടാകുക. റേഞ്ച് കിട്ടില്ല, ആ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രണയിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. ലാസ്റ്റ് പ്രണയിച്ച് കട്ടായി പോകാനും ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കാനും കൂടി ചാൻസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇവിടെ മകരത്തിലാണ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പണിയെടുത്തിട്ട് വന്ന് ചിലപ്പോൾ അവർ നോക്കേണ്ടി വരുമോ എന്ന് സംശയം കാണുന്നുണ്ട്. കുറേ ജാതകം നോക്കുമ്പോൾ അങ്ങനെയുണ്ട്. ഒരു മടിയന്മാരായ ഭർത്താവന്മാരും കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ആൾക്കൊരു ഉഷാറും കാര്യങ്ങൾക്കൊന്ന് കുറവ് വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ചൊവ്വയും മാന്തിയും കൂടി ഇവിടെയാണ് കുംഭത്തിലാണ് ഇരിക്കുന്നത് പറഞ്ഞാലേ, ചൊവ്വയും മാന്തിയും കൂടി കുംഭത്തിലായിരിക്കുന്നത് വയ്ക്കുക. അപ്പോൾ ഹസ്ബൻഡ് വീട്ടായിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം അധികമായിട്ടെല്ലാം കാര്യങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ മാന്തി ഉള്ള കാരണം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ വരാതിരിക്കാനും ഒരു മടിയൊക്കെ ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ അതിനെല്ലാം ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പഠിക്കുക. ഇവിടെ ആകുമ്പോൾ അതുപോലെ തന്നെയാണ്. മീനത്തിലാകുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒന്നും കൂടി കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എന്താണ് മീനിനെ പോലെ കിടന്ന് പരക്കം പായേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ജാതകങ്ങൾ വരുമ്പോൾ ഇങ്ങനെയെല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. ഈ ജാതകങ്ങൾ നോക്കുക. ജാതകം നോക്കാൻ വേണ്ടി വരുന്നവർ കറക്റ്റായിട്ട് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ തന്നെ വിളിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നെ പറയാൻ പോണം, മിത്രഞ്ജിയുടെ അപ്പോയിൻമെൻറ്റ് എല്ലാ ദിവസവും ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 PM to 4 PM വരെയാണ്. ഞാൻ രാജേഷ് മുല്ലയ്ക്കൽ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഞാൻ രാജേഷ് മുല്ലയ്ക്കൽ, മാലിന്യ ചേച്ചി, രമ്യ ചേച്ചി, അതുപോലെ തന്നെ വിനീത ചേച്ചി അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സീതേട്ടൻ, ഷിബിൻ ചേട്ടൻ, ദാസ്. പിന്നെ പൊരുത്തം മാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്താണ് രജനീഷ് ചേട്ടനും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആൾ ഇവിടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് മിത്രഞ്ജിൻ്റെ ക്ലാസ് ഈ മാസം ലാസ്റ്റ് തന്നെ 1-ാം തീയതി തുടങ്ങാം. ഈ അടുത്ത മാസം ഫസ്റ്റ് 1-ാം തീയതി തുടങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് പിന്നെ 15 ദിവസത്തെ ക്ലാസ് 10 ദിവസത്തെ ക്ലാസ് മറ്റൊന്ന് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്താ പറയുക, മാന്തിൻ്റെ എടുത്ത കാരണം ഇടയിൽ തെറ്റിനായിട്ട് ആരും ഒന്നും ഇതണ്ട. മാന്തിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും തെറ്റിൽ വരും. അതുകൊണ്ടാണ് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വിക്കൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേക്ക് വിടാം.